നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ റീസ്റ്റോക്ക് സാരിയാണോ എന്ന് ചോദിച്ചാൽ മൊഡാൾ സിൽക്കിൻ്റെ റീസ്റ്റോക്ക് ആണ് എന്ന് പറയാം. അല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ കോട്ടൺ സാരി, പ്യുവർ കോട്ടൺ സാരി, നല്ലൊരു സൂപ്പർ സാരി. ഞാനൊരു വലിയ കോട്ടൺ സാരി ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് കൊണ്ട് ഞാൻ അതും കൂടെ കാണിക്കാം. അതിന് മുന്നേ ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ഇങ്ങനെ വർത്തമാനം പറയുന്നത് കേൾക്കുന്ന ഇഷ്ടമില്ലാത്തവരും സമയമില്ലാത്തവരും ഒക്കെ സ്കിപ്പാക്കിപ്പോൾ പോയിക്കോ. ഞാനിത് ഒരാളുടെ അറിവിലേക്കും വേണ്ടി മാത്രം പറയാം. ബാക്കിയുള്ള എല്ലാവരും മെനക്കെടുത്ത് വന്നവർക്കത് ആ ഒരാൾ കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്താണെന്നറിയോ, കുറച്ച് നാൾ മുന്നേ നമ്മൾ ഈ ബ്ലൗസ് കാണിച്ചപ്പോൾ ഹൈനെക്കിൻ്റെ ഒരു ബ്ലൗസ് ഭയങ്കര ഓർഡറായിരുന്നു നമുക്കത്. ഹൈനെക്കുള്ള ഇൻഡിഗോയുടെ ഒരു ബ്ലൗസ്. അപ്പോൾ ആ ബ്ലൗസ് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്, ആ സമയത്ത് എല്ലായിടത്തും ഡെങ്കു ഫീവറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മുടെ കട്ടിങ് മാസ്റ്റർക്ക് ഡെങ്കു വന്നിട്ട് ആ കൂടെ ഉണ്ടായിരുന്ന ടൈലേഴ്സിനൊക്കെ വന്നു. നമ്മുടെ പ്രൊഡക്ഷൻ നടത്തിയില്ല. അപ്പം നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്തിട്ട് കുറച്ച് പേരുടെ ബുക്ക് ചെയ്ത കുറേ പേർക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അവരെല്ലാവരെയും കോൺടാക്ട് ചെയ്ത് പറഞ്ഞു. കുറേ പേർക്ക് റീഫണ്ട് വേണമെങ്കിൽ റീഫണ്ട് തരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുക്കുന്നെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. റീഫണ്ട് കുറച്ച് പേര് പറഞ്ഞു ക്യാഷ് എടുക്കണം എന്ന് പറഞ്ഞാൽ റീഫണ്ട് വേണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പേർക്ക് റീഫണ്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിലൊരാൾ കസ്റ്റമർ പേരെടുത്ത് വെക്കാൻ മറന്നുപോയില്ലോ. പേര് പറയുന്നതിനകത്തൊരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ അവരറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതിപ്പം ആ സമയത്ത് ഓൺലൈൻ മെയിനായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ ഇല്ല. ആ പുള്ളിക്കാരത്തി എന്തോ ഫാമിലി ഇഷ്യൂസ് എന്തോ പറഞ്ഞ് റിസൈൻ ചെയ്തു. അപ്പം അവർക്കപ്പുറത്തൊരു റെസിഗ്നേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മളുടെ ഓൺലൈൻ കൈകാര്യം ചെയ്യുന്ന ബാക്കി സ്റ്റാഫിനാർക്കും ഇതിനെപ്പറ്റി വലിയ അറിവില്ലാതായിപ്പോയി. അപ്പം നമ്മളിത് അത്രയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരെയും എന്നും ഈ വീഡിയോ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഈ പുള്ളിക്കാരത്തി നമുക്കൊരു കഴിഞ്ഞ ദിവസം, അതായത് ഒരു എന്നാലും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, കുറച്ച് ദിവസം മുന്നേ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു, ഞായറാഴ്ച രാത്രിക്ക് ഒരു മെസ്സേജ് ഇട്ടു. നിങ്ങൾ എൻ്റെ പൈസ അവിടെ കിടപ്പുണ്ട്, പൈസ എൻ്റെ എല്ലാവരുടെയും പൈസ വിലയുള്ളതല്ലേ, എൻ്റെ പൈസ എന്തിനാ അവിടെ ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്, പൈസ തരണം എന്നൊക്കെ പറയും. അപ്പം നമ്മൾ അത്രയും വലിയൊരു നീളമുള്ള കുറച്ച് സെൻറ്റൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമേ ഇല്ല, പൈസ എപ്പോൾ വേണമെങ്കിലും നമ്മൾ റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. GPay നമ്പർ തന്നോളൂ, നമ്മൾ റീഫണ്ട് ചെയ്ത് തന്നേക്കാം മാഡം. ഇത്രയൊന്നും, അതായത് ഇത്രയും ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടുക പോലും വേണ്ട, നമ്മളത് തന്നേക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ പുള്ളിക്കാരത്തി ഇങ്ങോട്ട് അയച്ച മെസ്സേജിന് ശേഷം പുള്ളിക്കാരത്തി വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല. അതായത് പുള്ളിക്കാരത്തിൻ്റെ മൊബൈൽ ഡേറ്റ ഓൺ ആക്കിയിട്ടില്ല, വാട്സപ്പ് റിസീവ് ആയിട്ടില്ല. അതിൻ്റെ പിറ്റേ ദിവസം പുള്ളിക്കാരത്തി യൂട്യൂബിലോ എവിടെയൊക്കെ കയറി കമൻറ്റ് ഇട്ടിരിക്കുന്നു, പിടിച്ചവരക്കാർ കൊണ്ടുപോയെന്ന് ഞാൻ വിചാരിച്ചോളാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ മോഷ്ടിച്ച് നിന്നാൽ കട്ടുപോകുന്നു എന്നൊക്കെ ഈ ഒരുമാതിരി ബാക്കുകളൊക്കെ. ഇതിനകത്ത് സത്യാവസ്ഥ അറിയാതെ ആണ് ആ പുള്ളി നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ വാട്സപ്പ് വഴി കിട്ടുന്നില്ല, അവർ തന്നിരിക്കുന്ന അഡ്രസ്സിലെ കോൺടാക്ട് നമ്പറിൽ കിട്ടുന്നില്ല. പിന്നെ കിട്ടിയ ഒരു നമ്പറിൽ, അവരുടെ വാട്സപ്പ് നമ്പറിൽ ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചപ്പം ഒരാൾ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വാട്സപ്പ് ഡീറ്റെയിൽസ് മുഴുവൻ അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ അയക്കാനാണ്, വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ മറ്റെന്തോ പറഞ്ഞു, അവർ ഈ ആളല്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ വാട്സപ്പ് നമ്പരും ഫോൺ നമ്പരും ചിലരുടെ വാട്സപ്പ് നമ്പർ തന്നെ ആയിരിക്കത്തില്ല ഫോൺ നമ്പർ, അങ്ങനെ വന്നതാണോ എന്നാന്നറിയത്തില്ല. അവർ ഇതുവരെയും വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇതിനകത്ത് അവർ ഈ വീഡിയോ കാണുന്ന കസ്റ്റമർ ആണെങ്കിൽ ദൈവത്തെ ഓർത്ത് ചേച്ചിയുടെ 690 രൂപ കൊണ്ട് പിടിച്ചു പറിച്ച് ജീവിക്കാൻ ദൈവം തമ്പുരാൻ ഇതുവരെ എനിക്കോ എൻ്റെ ഫാമിലിക്കോ എൻ്റെ സ്റ്റാഫിനോ ഞങ്ങളുടെ സ്ഥാപനത്തിനോ ഇടയാക്കിയിട്ടില്ല. ഒന്ന്. രണ്ടാമത് ദൈവം മുന്നിൽ നിന്ന് നടത്തി ഞങ്ങൾ വെറും നടത്തിപ്പുകാർ മാത്രമായിട്ടുള്ള രീതിക്ക് ജീവിക്കുന്ന, ആ രീതിക്ക് സ്ഥാപനത്തെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് 690 രൂപ കൊണ്ട് ഒന്നും നേടാനില്ല. അപ്പോൾ ഈ പിടിച്ചുപറിക്കാരെ മോഷ്ടാക്കൾ എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങളുടെ വികാരം നമുക്ക് മനസ്സിലാകും. നിങ്ങളൊരു ബ്ലൗസിനൊരു പൈസ കൊടുത്തു, 690 രൂപ നിങ്ങളുടേത് വിവരമില്ലെന്ന്. പക്ഷെ ആ വാട്സപ്പ് ഒന്ന് തുറന്ന് നിങ്ങൾ അയച്ച ഒരു മെസ്സേജിന് റിപ്ലൈ വന്നോ എന്നെങ്കിലും നോക്കിയിട്ട് വേണം ഇത്രയും കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ. അത് നമുക്ക് ആർക്കാണെങ്കിലും 690 രൂപയായിട്ട് 69 രൂപ വെറുതെ പോയെന്ന് പറഞ്ഞാൽ വിഷമം വരും. ഞാനതിനെ പൂർണ്ണമായിട്ട് മാനിക്കുന്നു നിങ്ങളുടെ വിഷമത്തെ. പക്ഷേ അടുത്ത വാക്കുകൾ കയറി ഉപയോഗിക്കുമ്പോൾ പണ്ടാരായിട്ട് പറഞ്ഞ പോലെ നീ പറയുന്ന ഓരോ വ്യർത്ഥ വചനത്തിനും നീ നാളെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യം മറന്നുപോകരുത്. വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം. നമ്മൾ മനസ്സാ വാചാ കർമ്മണ ചെയ്തിട്ടില്ല. അത് നമ്മൾ ആരുടെയും ക്യാഷ്
ഉദ്ധരിപ്പ് കടം എന്ന് പറഞ്ഞൊരു കടമുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ പൈസ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ, കൊടുക്കാനുള്ള പൈസ കൊടുക്കാതിരുന്നാൽ, ജോലിക്കാർക്ക് വേതനം കൊടുക്കാൻ വൈകിപ്പിച്ചാൽ ഇതിനെല്ലാം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചേച്ചി ദയവായി ആ വാട്സപ്പ് തുറന്ന് നോക്ക്. വാട്സപ്പ് തുറന്ന് നോക്കിയിട്ട് ഗൂഗിൾ പേ നമ്പർ അയച്ചു തരിക, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്ത് വേണേൽ ചെയ്തു, അല്ലെങ്കിൽ 9745005887 അതാണ് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ. അതിലേക്ക് വിളിക്കുക, അതിലേക്ക് നമ്പർ തരിക. ഞങ്ങൾ നിങ്ങളെ പൈസ എത്തിച്ചു തരാം. ഞാനിത് ലോകം സംശയം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പിന്നെ ഭയങ്കരമായിട്ട് ഈ പിടിച്ചുപറിക്കാർ തട്ടിച്ചുകൊണ്ട് പോയി എന്ന് ഞാൻ കരുതിക്കോളാം എന്നുള്ള വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹട്ട് ചെയ്യിച്ചു. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ മുഴുവൻ കേൾപ്പിച്ച് ഞാനിത് പറയുന്നത്. മറ്റുള്ളവരാരും ഒന്നും വിചാരിക്കരുത്. ഞാൻ എന്താ പറയുക, മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേറെ ഒരു മീഡിയ ഇല്ല പറയാൻ. അവരെ എവിടെയാണെന്ന് അറിയത്തില്ല. ഇപ്പം അവരുടെ അഡ്രസ്സ് തപ്പിയൊന്നും നമുക്ക് പോകാനൊന്നും നടക്കില്ല. കോൺടാക്ട് നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ കേട്ടോ. ആരും ദേഷ്യപ്പെടരുത്. വിദ്യ സമയം കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാരി ഇടാം. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, മൊടാളൊക്കെ എടുക്കണ്ടേ? ആരാണ്ട് എന്ന് പറയുന്നത് കേട്ടു, മൊടാൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പ്യുവർ മൊടാളല്ല, സെമി മൊടാളാണ്. പ്യുവർ മൊടാൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇത് പക്ഷേ സെമി മൊടാളാണ്. എല്ലാ സാരിയാണ് അജ്രക്ക് പ്രിന്റും സെമി മൊടാളും കൂടെ ഒന്നിച്ച് വന്നേക്കുന്ന സാരി. അത് ഞാൻ ഈ ടൈപ്പ് സാരി കാണിച്ചിട്ടുണ്ട്, ഷോള് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗോൾഡൻ സെറി ഉള്ളത് ഞാൻ കാണിച്ചിട്ടില്ല. ഇങ്ങനെ ഗോൾഡൻ സെറി ഉള്ള സാരിക്ക് നല്ല റേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇത് പ്യുവർ മൊടാളല്ല, സെമി മൊടാളാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. സൗണ്ടിന് പ്രശ്നമായിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ആ സമയത്ത് പർച്ചേസിന് പോയി. എൻ്റെ ഡ്രസ്സ് ഉണ്ടാവും, ക്രിസ്മസിൻ്റെ കളക്ഷൻസാണ് കാണിക്കാതെ കേട്ടോ. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. വെള്ളയും റെഡും ഒക്കെ വന്നിട്ടുണ്ട്. ഗ്രീൻ അധികം വന്നില്ല. ഗ്രീൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് അജർക്ക് പ്രിന്റ്, സിക്സാഗ് മൊഡാള്, ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. പിന്നെ ബ്ലൗസ് വന്നിട്ട് ഇത്. ഞാനിന്ന് കാണിക്കുന്ന ഓരോ സാരിക്കും ഓരോ റേറ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റഫിനോ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയലിനോ ഒക്കെ ഉള്ള വ്യത്യാസം അനുസരിച്ചായിരിക്കും. അല്ലാതെ എല്ലാം ഒന്നാണ് വിചാരിച്ചേക്കല്ലേ. ഈ ടൈപ്പ് സാരിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി വന്നു പോയ സാരികളാണ്. സെക്കൻഡ് ടൈം തേർഡ് ടൈമും ഒക്കെ വന്നിട്ടുണ്ട്. ഇതാ പ്ലെയിൻ ആണ്, ലാവൻഡർ ഷെയ്ഡ് പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ മൊഡാൾ. ഇത് പ്യുവർ മൊഡാളാണ്. പ്യുവർ മൊഡാൾ എന്ന് പറയുമ്പോൾ ഒരു 90% മൊഡാളാണ്. അല്ലേ, ബുദ്ധിമുട്ടാണെന്ന് പറയാം. ഇതിന് വിത്ത് ബ്ലൗസ് ആയിട്ട് ഇത് സെൽഫാണ്, സെയിം തന്നെ. ഓരോ റേറ്റിൻ്റെ ഒക്കെ ഒന്നിച്ച് നോക്കുമായിരുന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ഇത് നല്ലൊരു സാരി കേട്ടോ. എൻ്റെ പേഴ്സണൽ സജഷനാണ്. നല്ലൊരു സാരിയാണ്, നല്ല ഭംഗിയാണ്, പ്യുവർ മോഡലാണ്. മുന്താണി വന്നിട്ട് അജർക്ക് മുന്താണി. ഇത് നമുക്ക് ഈ മൊഡാളിൻ്റെ ഒരു സാരി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു അസെപ്റ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ടസറിനെ അങ്ങനെ അത്രയ്ക്ക് ഞാൻ അങ്ങനെ പറയത്തില്ല. മൊഡാളിൻ്റെ സാരി പറയുന്നത് നമുക്ക് 1-2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ മൊഡാൾ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ട്രെൻഡാണല്ലോ. ഇപ്പം ഇറങ്ങിയിട്ട് കാര്യം 1 വർഷത്തിന് മേളിലായെന്ന് പറഞ്ഞാൽ പോലും മൊഡാളിന് ആ ട്രെൻഡ് മാറിയിട്ടില്ല. അപ്പം നമുക്കത് ചുരിദാർ സെറ്റൊക്കെ ആക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതേസമയം ടസറിനെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ടസർ 2-3 പ്രാവശ്യം എടുക്കുകയും മടക്കുകയും പിടിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അതിന് വേറെ എന്താ പറയുക കോംപ്ലിക്കേഷൻസ് വരും. ഇങ്ങനെ ഒടിവും ലിൻഡും ഒക്കെ പൊങ്ങും അങ്ങനെയൊക്കെ വരും. അയ്യോ മുന്താണിയില്ലേ, ഇതാ പ്രശ്നം. മുന്താണി ഉണ്ടല്ലോ, മുന്താണിയേ എൻ്റെ ഫ്രണ്ടിൽ കണ്ണാടി ഉള്ളത് ഭയങ്കര കഷ്ടമാണ്. എനിക്ക് അയത്താലും കൂട്ടം കുറുക്കിൻ്റെ കണ്ണ് കോഴിക്കോട്ടിന്. ഇതാണ് മുന്താണി. മുന്താണിയുടെ അറ്റത്താണ് ബ്ലൗസ്. ഇതിപ്പോൾ വന്നിട്ട് എന്നാ കളറാണ്, കോഫി പൗഡർ, കോഫി കളർ ബ്ലൗസ്. ഉത്തമം എനിക്ക് കേട്ടോ. അടുത്തത് നേവി ബ്ലൂ. എന്താണ് ഇപ്പൊ കണ്ടതിൻ്റെ തന്നെ നേവി ബ്ലൂ. പിന്നില് ഇത് പ്യുവർ മോഡലാണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്.
പിന്നെ ഇതിന് വന്നിട്ട് ലഹരിയല്ലല്ലോ, ലഹരിയല്ലേ ഡിസൈൻ എന്നാ, ലഹരിയല്ലല്ലോ എൻ്റെ ദൈവമേ. ഓ എന്തുവാ, വജ്രക്കല്ല, ബാന്തിനി പ്രിന്റ് ആണേ. പിന്നില്ലേ ഇത് പ്യുവർ നാച്ചുറൽ ഡൈ ആണ്. അതുകൊണ്ട് നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് കൂടുതലും ഡൈയിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നാച്ചുറൽ ഡൈയിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ കെമിക്കൽ ഡൈയിങ്ങിന്, കെമിക്കൽ ഇല്ല എന്നല്ല, കെമിക്കലൊക്കെ മിക്സ് ചെയ്യാതെ ഇത്രയൊന്നും ആവത്തില്ല. കെമിക്കൽ ഡൈയിങ്ങിനെ കഴിഞ്ഞും നല്ലതായിട്ട് അത് ചില സമയത്ത് അവിടെ ഒക്കെ പിടിക്കാതെ, ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിന്റെ കാര്യം പറഞ്ഞില്ല, അങ്ങനെ വരും. അത് ഡാമേജ് അല്ല കേട്ടോ. ഇത് നേവി ബ്ലൂ ഷെയ്ഡ്, ഈ പ്ലെയിനില് ബോർഡറുമായിട്ട് അജർക്ക് പ്രിന്റ്. ഡാർക്ക് മെറൂണെ, ഇങ്ങനെ രണ്ട് സൈഡിലും ഈ ബോർഡർ ഉണ്ട്, ഉണ്ടോ, രണ്ട് സൈഡിലും ഈ ബോർഡർ ഉണ്ട്. മുന്താണി വന്നിട്ട് ഇത്, ബ്ലൗസ് വന്നിട്ട് ഇത്. മൊഡാലിന്റെ സാരി ഒരു 2 എടുത്ത് ബുക്കുമ്പോഴേ നമ്മുടെ പരിപാടി നല്ല വെയിറ്റാണ്, ഹെവി വെയിറ്റാണ്. മൊഡാലിന്റെ സാരിയുടെ ഷിപ്പിംഗ് റേറ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. മൊഡാലിന്റെ സാരി ഈ ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും ശരീരത്തിടുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് അനുഭവപ്പെടുന്നു, അങ്ങനെയല്ല. ഇത് മൊത്തം മടക്കി വെച്ചേക്കുന്നില്ലേ, ഇങ്ങനെ എടുക്കുമ്പോൾ നോക്കാം ഒട്ടും വെയിറ്റ് ഇല്ല. നമ്മളത് മൊത്തത്തിൽ മടക്കി കഴിയുമ്പോൾ ഇത് ഡബിൾ ഷെയ്ഡാണ്, പീച്ചും ലൈറ്റ് ബീച്ചും ഡാർക്ക് ബീച്ചും. താഴേക്ക് വരുമ്പോൾ ഡാർക്ക് ബീച്ച്, മുകളിലേക്ക് വരുമ്പോൾ ലൈറ്റ് ബീച്ച്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഇടാം. സുരേഷ് ഗോപി ഒക്കെ വരുമ്പോൾ ഒരു സാധനം കേൾപ്പിക്കുകയാണ്. കമ്മീഷണർ എന്നുള്ള സിനിമയ്ക്കകത്ത് സിനിമ വിട്ടിട്ടൊരു കളിയില്ല, ശ്രദ്ധിക്കല്ലേ. ഞാൻ എന്നെ തന്നെ പറയാം കേട്ടോ, സിനിമ വിട്ടിട്ടൊരു കളി എനിക്കില്ല. എനിക്ക് എന്നെ ഇഷ്ടമില്ല സിനിമ കാണാൻ പോകും. ഞാനും എൻ്റെ കെട്ടിയവനും ഏകമനസ്കരാണ് കാര്യത്തിൽ. മക്കൾക്ക് രണ്ടിനും വലിയ ഇഷ്ടമൊന്നുമില്ലേ, എല്ലാ സിനിമയൊന്നും കാണും. ഞങ്ങൾ ഏത് പൊട്ട സിനിമയാണെങ്കിലും കാണാൻ പോകും, ഭയങ്കര ഇഷ്ടമാണ്, ഒരു രസം. ഇത് വന്നിട്ട് ലൈറ്റ് നേവി ബ്ലൂ, താഴേക്ക് വരുമ്പോൾ നേവി ബ്ലൂ, മേളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ്, ഒരു പൗഡർ ബ്ലൂവിൻ്റെ ഒരു കളർ. പൗഡർ ബ്ലൂ അല്ല, ലാവണ്ടറിൻ്റെ ഒക്കെ എന്തോ ഒരു കളറിലേക്ക് വരും. ഇവിടേക്ക് വരുമ്പോൾ നേവി ബ്ലൂ. ഞാൻ നടന്ന് വരണോ? ആഹാ, അത് പറ്റത്തില്ലല്ലോ. അയ്യോ, എൻ്റെ കൈ വേദന എടുക്കുന്നു, കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി. പെൺകുച്ചുങ്ങൾ ഇത് മുഴുവൻ നടക്കണമല്ലോ. അതെ, അതിൻ്റെ തന്നെ വേറൊരു കളർ. ഇതിപ്പോൾ വന്നിട്ട് എന്നാ കളറാ? ഇപ്പോൾ വന്നിട്ട് എന്നാ കളറാ പറ? ഇഷ്ടികയോ? പിന്നെ ഇഷ്ടികയുടെ കളർ ഉണ്ട്, മെറൂണും റോസാണ്. ഈ മേളിലേക്ക് വരുമ്പോൾ ഒരു സൈസ് ലൈറ്റ് റോസ് ഷെയ്ഡ്. നല്ല ഒരു ഇങ്ങനെ ഉണ്ടല്ലോ, ഇത് ഫുൾ ഇങ്ങനെ രണ്ട് ഇതിൽ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഉടുത്ത് ചുറ്റി ഇതിലെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ലൈറ്റ് ഷെയ്ഡും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. നല്ല നീല കളറല്ലേ, റോയൽ ബ്ലൂ. റോയൽ ബ്ലൂ എന്നുള്ള കളർ കാണുമ്പോഴേ ഞാൻ ആ പോസ്റ്റ് ഓഫീസിലെ ചേച്ചി ഓർക്കും. പാവം മരിച്ചുപോയി, RD ഏജൻ്റായിരുന്നു. മറ്റേ ചേച്ചിയുടെ പേര് ശോഭനയാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു റോയൽ ബ്ലൂ കളർ. നമുക്ക് അങ്ങനെ ഓരോ വ്യക്തികളെയും ബന്ധപ്പെടുത്തി എന്തെല്ലാം കാര്യങ്ങളല്ലേ ഓർക്കാൻ. പല കാര്യങ്ങൾ കാണുമ്പോൾ പലരെയും ഓർമ്മ വരത്തില്ലേ, അല്ലേ? എന്നെയൊക്കെ ഓർക്കുമ്പോൾ എന്നെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇത്ര ചേച്ചി എന്നാ പറ, ഇടിക്കില്ല പോത്തിനെ കാണുമ്പോ സത്യം, പോത്തിനെ കാണുമ്പോൾ എന്നെ ഓർമ്മ വരും അല്ലേ? ശരി, ഞാൻ റിയൽ പോത്തായി കാണിക്കാം. ഇങ്ങനെ കഷ്ടകാലമാണ്.
ഞാൻ പോത്തല്ലയോ മറ്റേ സിനിമയ്ക്കകത്ത് എന്നെ ഏതോ സിനിമയ്ക്കകത്ത് പറയുന്നത്. എനിക്ക് പ്രാന്തുണ്ടല്ലോ, എനിക്ക് എന്തും ചെയ്യാമല്ലോ. ക്രിസ്മസ് റെഡ്, ക്രിസ്മസ് അല്ലേ, റെഡ് വേണ്ടേ? ഗാദറിങ്ങിനൊക്കെ ചുവപ്പൊക്കെ എടുത്ത് പോകണ്ടേ? ഞങ്ങൾക്ക് ഇവിടെ ശാന്തിദൂതൊക്കെ ഉണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ. ശാന്തിദൂതിനൊക്കെ പോകേണ്ടവരൊക്കെ ഇങ്ങോട്ട് വായോ. നമുക്ക് റെഡും വൈറ്റും ഒക്കെ ഇഷ്ടം പോലെ കുർത്തിയോ ചുരിദാർ സെറ്റോ അല്ല കുർത്തിയോ സാരിയോ ഒക്കെ മൊഡാലിന്റെ സാരിയൊക്കെ എടുത്ത് കൊടുക്കുക. നമ്മൾ ഇത്രയും ആയിരക്കണക്കിന് 10,000 ജനം കൂടുന്നല്ലേ കാഞ്ഞിരപ്പള്ളിയിൽ. ബ്ലൗസ് ഇത് കേട്ടോ. അയ്യോ പോത്താണത്രേ, പോത്താണ് പോയി. എന്നെ കെട്ടിയോടെ കാണും എരുമേന്ന് വിളിക്കും. ഇതിനൊക്കെ എന്നൊക്കെ ചെയ്യണം, എന്നെ പറഞ്ഞാൽ മതി. നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡേ, അജ്രക്ക് പ്രിന്റ് കേട്ടോ. എനിക്ക് കൈ ശരിക്കും പറയുന്നത് എടുക്കുന്നു. ഒലീവ് ഗ്രീൻ വിത്ത് അജ്രക്ക് പ്രിന്റ്, നല്ലൊരു കളറാട്ടോ. ബ്ലൗസ് ഇത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്തിരി പേരുടെ ചോദ്യമാണ് ആ സാരി 200 റുപ്പീസിന്റെ. അതെന്നാന്നറിയാവോ? ആ രൂപയ്ക്ക് അത് ഭയങ്കര ലാഭമാണ്. അത് വാങ്ങിച്ചവർക്കൊക്കെ അറിയാം. ഒത്തിരി പേര് റീസെല്ലിങ്ങിന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സാരിയാണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ സാരി ആയിരിക്കണം. ഇത് വേറൊരു സാരി കേട്ടോ, നല്ലൊരു സാരിയാണ്. ക്രിസ്മസ് റെഡ് ആൻഡ് വൈറ്റ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. പിന്നെ ആ സെമി മൊഡാൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മീൻസ് സെമി മൊഡാൾ അല്ല, ഒരു 890 റുപ്പീസിൻ്റെ ഒക്കെ. അത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഇനി ഞാൻ കൊണ്ടുവരുന്നില്ല, അത് ഒത്തിരി കൊണ്ടുവന്നുകൊണ്ട് നമുക്കത് ഇതാണ് ബ്ലൗസ് ഉണ്ടോ. ഷോപ്പിൽ വരുവാണെങ്കിൽ ഡയറക്റ്റ് വരുവാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നല്ല സാരിയല്ലേ, നല്ല പ്രിന്റ് അല്ലേ, നല്ല കളറും നല്ല പ്രിന്റും നല്ല മൊഡാളും നല്ല അജ്രക്ക് പ്രിന്റും നല്ല കളറും ഒക്കെ തോന്നിക്കും. വണ്ണം കുറവ് തോന്നിക്കും. ഈ സാരി എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ കൂടെ. ഇത് തന്നെയാണോ ഇവിടെ കാണിച്ചത്? അല്ലല്ലേ, ആണോ? ഇത് വേറെയാ, ഇത് വേറെയാ. ഇതിപ്പോ ഞാൻ എങ്ങനെ കാണിക്കും? ഇങ്ങനെ ഉണ്ട് ഇവര് ബ്ലൗസേ സാരിയെ കൊണ്ടുവച്ച് കഴിഞ്ഞാല്, അല്ല സാരിയെ കൊണ്ടുവച്ച് കഴിഞ്ഞാലല്ല, മുന്താണിയെ കൊണ്ടുവച്ച് കഴിഞ്ഞാല് ആദ്യം കാണിച്ച ആ പ്രിന്റ് കൊണ്ട് 6 ആണ്. മുന്താണി വന്നിട്ട് ഇത് ബ്ലൗസ്. ഇത് നല്ല സാരിയല്ലേ, ക്രിസ്മസിന് എടുക്കാൻ നല്ല. അത് കഴിഞ്ഞിട്ട് തന്നെ എടുക്കണം. ഒരു ചുരിദാർ തയ്ച്ചു. ക്രിസ്മസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചോപ്പിന്റെ ഒരു ഇതങ്ങ് കുറയൂലോ, ഇല്ലേ? കല്യാണത്തിനൊക്കെ കാണിക്കൂടെ അല്ലേ? ഒരു സാരി കൂടെ ഉണ്ട്. ഇത് ഇനി ഒരു വേറൊരു സാരി ഉണ്ട്, കോട്ടൺ സാരി. അത് അജ്രക്ക് പ്രിന്റ് മൊഡാള് ഉണ്ടോ അല്ലേ? ചുമ്മാ രസത്തിന് ഞുറിഞ്ഞ കേട്ടോ. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. അതിൻ്റെ അറ്റത്ത് കാണുന്നതാണ് ബ്ലൗസ്. ഇത് ബ്ലൗസ് നല്ല ഡാർക്ക് മറൂൺ ബ്ലൗസ്. മൊഡാളിൻ്റെ സാരി ഇന്നിപ്പോൾ കാണിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇനി സെമി മൊഡാളുണ്ടേ, അത് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല. ഇനി ഞാൻ കാണിക്കുന്നത് കോട്ടൺ, പ്യുവർ കോട്ടൺ, വില്ലേജ് കോട്ടൺ. ഇത് കേട്ടോ, നല്ല രസമായി സാരി എന്ന് കാണാനായിട്ട്. അത്യാവശ്യം നല്ല വില്ലേജ് കോട്ടൺ അല്ല അല്ലേ, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡാണ്. ഒരു സെമി ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം. നല്ല സാരി, നല്ല സ്റ്റാർച്ചൊക്കെ ഉള്ള നല്ല സാരിയാണേ. ആ ബ്ലൗസും കൂടെ വരുമ്പോൾ എന്നെ രസമായിരിക്കും അല്ലേ? ബ്ലൗസ് അതാണെന്ന് ഞാൻ കണ്ടില്ല. എന്തായാലും മുന്താണി അല്ലോ, മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് ഇതേണ്ട ഇങ്ങനെ. ഇതിലൊരു ചെറിയ ഗോൾഡൻ നൂല് കൊണ്ടുള്ള ഒരു വീവിങ് ഉണ്ട്. അപ്പം നല്ലൊരു പാർട്ടി വെയർ അല്ല, പാർട്ടിയല്ല, ഫങ്ഷൻ വെയർ ആയിട്ട്, സെമി ഫങ്ഷൻ വെയർ ആയിട്ട് നോക്കിയിടാൻ നല്ലതാണ്. കോട്ടൺ എവിടെ പോയാലും എന്നാ ഫങ്ഷൻ ആണെങ്കിലും കോട്ടൺ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. ഇത് ഈ കളറുള്ള പേളൊക്കെ വരുന്ന മാലയൊക്കെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇനി ഞാൻ കൊടുക്കേണ്ടി വരും.
അതിൻ്റെ കളേഴ്സ് കാണിക്കാം. ആഷ് ബ്ലൗസ് അങ്ങനെ വരുമായിരിക്കും അല്ലേ. ബ്ലൗസിനെ കുലുക്കിയിടുകയാണ് ചെയ്യുന്നത്. സാധാരണ കോട്ടൺ സാരിക്ക് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ബ്ലൗസിനെ കുലുക്കിയിടുകയാണ് ചെയ്യുന്നത് കോട്ടൺ സാരിക്ക്. മിക്ക കോട്ടൺ സാരിക്ക് ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്, കട്ട് ചെയ്താണ് വരുന്നത്. ഇതാണ് ബ്ലൗസ്. ചോക്ലേറ്റ് കളർ വരും ബ്ലൗസിൻ്റെ ബോഡി. അതായത് മുന്താണിയുടെ അതേൽ നല്ല സാരി കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ആർക്കും ഇഷ്ടം, കോട്ടൺ സാരി ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടും. ഇത്ര നല്ല സാരിയാണ്. അടിപൊളി. നല്ലൊരു ഡാർക്ക് പീച്ചും ഗ്രീനും, ഒലീവ് ഗ്രീൻ പറയാം. ബ്ലൗസിനെ കുലുക്കി ഇടുന്നതിൻ്റെ സന്തോഷമാക്കി എല്ലാം ഓക്കെ ആയാലും. മറ്റേ സിനിമയ്ക്കകത്ത് മറ്റേ ഇന്നിപ്പോ തന്നെ ഞാൻ ഇത്ര പ്രാവശ്യം മറ്റേ സിനിമയ്ക്കകത്തെന്ന് പറഞ്ഞല്ലേ അല്ലേ, കുറെ പ്രാവശ്യം പറയില്ലേ. സലീം കുമാർ പറയില്ല അർമാദിപ്പിൻ. സന്തോഷമായിട്ടങ്ങ് ഇരുന്നോ, അങ്ങനെ ഒട്ടും വിഷമിക്കണ്ട, എല്ലാം ശരിയാകും എന്ന് പറയാൻ നല്ല എളുപ്പമല്ലേ. വിഷമമൊക്കെ വരുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. സാരില്ലാണ്, കുഴപ്പമില്ല. ഏത് കാലചക്രം തിരിഞ്ഞു വരുമെന്ന് പറയും. ഏത് നാണയത്തിനും രണ്ട് വശമുണ്ട്. ഇന്നിപ്പോൾ നാണയത്തിൻ്റെ മറ്റേ വശമാണെങ്കിൽ നാളെ തിരിഞ്ഞു വരും, ഉറപ്പായിട്ടും വരും. പകലുണ്ടോ രാത്രി ഉണ്ട്, അത് ഉറപ്പാ. നല്ലല്ലേ. എൻ്റെ സെലക്ഷൻസ് ഒന്നും അങ്ങനെ മോശമാകാറില്ല. അയ്യോ, ഞാൻ ഇവിടുന്ന് ഇവർ കമൻറ്റ് വിടാൻ വേണ്ടി തന്നെ ഓരോന്നേ ശരിക്കും ഞാൻ ഓരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവേ. ചൊറിയാന്ന് പറയും ഞാൻ കമൻറ്റ് പറയാൻ വേണ്ടി തന്നെ. പ്രത്യേകിച്ച് ഞാനാണ് വിഷയമെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് എനിക്കറിയാതെ അതിന് വേണ്ടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ചിരിക്കും, ആസ്വദിച്ച് ചിരിക്കും. ഇതാ ബ്ലൗസ്. ക്രിസ്മസിന്റെ കളക്ഷൻസ് ഒത്തിരി കടയിൽ വന്നിട്ടുണ്ട്. കുർത്തി പ്രത്യേകിച്ചും കുറേ വന്നിട്ടുണ്ട്. പക്ഷെ വരുന്നതിലും സ്പീഡിൽ തീരുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്മസ് ഒക്കെ ഉള്ള പെട്ടെന്ന് തലേ ദിവസം വന്നു കഴിഞ്ഞാൽ എടുക്കാനിരുന്ന് കഴിഞ്ഞാൽ ക്രിസ്മസിന്റെ എല്ലാം തീർന്നു കിട്ടും. ആദ്യം നല്ലതൊക്കെ വരുന്നത്. അപ്പൊ ക്രിസ്മസ് ഇനിയും കിടക്കുന്നു. ഡിസംബർ 1 നാളെയല്ലേ ആഘോഷം. നാളെ ഡിസംബർ 1 സന്തോഷമല്ലേ. എനിക്ക് എന്നോ സന്തോഷമെന്ന് അറിയാവോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ് ഡിസംബർ എന്ന് പറയുന്നത്. നിങ്ങൾ ഡിസംബറിലെ രാവിലെ ഒരു 5:30 പ്രഭാതം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്തോ ഒരു രസമാണ്. ഈ പാലയൊക്കെ പൂത്ത് ഇനിയിപ്പോൾ അടുത്ത കുറേ യക്ഷിയെന്ന് പറയുമായിരിക്കും. പാലപ്പൂവിൻ്റെ ഒരു മണം. എൻ്റെയൊക്കെ വീടിൻ്റെയൊക്കെ വരാണ്ട് എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ വീട് ഇത്തിരി പൊക്കമുള്ള സ്ഥലത്ത്, പൊക്കപ്പുറത്തായിരിക്കും. അപ്പോൾ താഴ്വാരം മുഴുവൻ ഇങ്ങനെ കാണാം കേട്ടോ. എന്നിട്ട് ദൂരെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരും. സ്കൂളിൻ്റെ ഗ്രൗണ്ടിലല്ല സൂര്യൻ പൊങ്ങുന്നത്, അവിടെ ഇങ്ങനെ വരുന്നു. പിന്നെ നല്ല മഞ്ഞ്. പിന്നെ എവിടുന്നൊക്കെയോ പള്ളിയിൽ നിന്നുള്ള കുർബാനയുടെ ശീലുകൾ, അമ്പലത്തിൽ വെച്ചിരിക്കുന്ന പാട്ടുകൾ. ശബരിമല സീസൺ അല്ലേ, മണ്ഡലകാലമല്ലേ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അമ്പലങ്ങളിലെല്ലാം പാട്ടുകൾ. പിന്നെ നല്ലൊരു കുളിരുള്ള പ്രഭാതം, പാലപ്പൂവിൻ്റെ മണം. എന്തോ ഒരു രസം. ഈ പ്രകൃതിയുടെ ആനന്ദങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ കേട്ടോ. അതൊക്കെ നമ്മളൊന്ന് ആസ്വദിക്കണം. കട്ടൻ കാപ്പിയാ ഓണത്തിനിടയിൽ കൂട്ടുകച്ചവടം കൊണ്ട് വരുന്നത്. നമ്മൾ വലിയവര് പറയുകയോ കട്ടക്കാപ്പി വേണ്ട. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. പിന്നില്ലേ, നാളെ രാവിലെ 10 മണിക്ക് 200 റുപ്പീസിന്റെ സാരിയുടെ വീഡിയോ ഉണ്ട്, കാണണം കേട്ടോ. അത് വേണ്ടവരെല്ലാം കാണണം. ഞാൻ ദയവ് ചെയ്ത് പറയുകയാണ്, 20 എണ്ണത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കട്ടെ. താങ്ക് യു.